നാട്ടിലിറങ്ങിയ കാട്ടാനയെ തിരികെ കാട്ടിലയക്കാൻ പടക്കം പൊട്ടിക്കാറുണ്ട്. ഭയപ്പെടുത്തി പിന്മാറ്റുകയാണ് അവിടെ ചെയ്യുന്നത്. പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഒരു ഗുണം അവിടെ നിന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ തോന്നിയ പടി അങ്ങനെ ഓരോരുത്തരും പടക്കം പൊട്ടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അത് അപകടങ്ങളിൽ കലാശിക്കുകയും മരണത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്നതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ പ്രകൃതി വിരുദ്ധവും അമാനവികവുമായ അംശങ്ങളുണ്ട്. പലപ്പോഴും ഓർക്കാപ്പുറത്ത് നനച്ചിരിക്കാതെ വലിയ ശബ്ദമുണ്ടാകുകയാണ്. അത് മനുഷ്യനെയും ഇതര ജീവികളെയും പ്രതികൂലമായി ബാധിക്കുന്നു. പടക്കം പൊട്ടിക്കുന്നതിലൂടെ രാസപദാർത്ഥങ്ങൾ പുറത്തുവിടുക വഴി അതും മനുഷ്യർക്കും ഇതര ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് ആസ്വദിക്കുന്നതിനപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം നിഷേധിക്കാനാവില്ല. നമ്മൾ ആഘോഷങ്ങൾ സന്തോഷത്തോടെ കൊണ്ടാടുന്നു. എന്നാൽ ചോദ്യം ഇതാണ്: പടക്കം പൊട്ടിക്കുന്നതിലൂടെ പ്രായമായവർക്കും രോഗികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നത് എങ്ങനെയാണ് ആഘോഷമാകുന്നത് എന്ന ഒരു ചോദ്യം സുപ്രീം കോടതിയിൽ നിന്ന് പോയ വർഷം വിരമിച്ച ജസ്റ്റിസ് എസ് ഓക്കെ ഒരു വേള ഉയർത്തിയിരുന്നു. ആ ചോദ്യത്തിന് അന്നും ഇപ്പോഴും മറുപടിയായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുപ്രധാന വിധികളിലൊന്ന് ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരങ്ങളിലൊന്നായ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ദീപാവലി വേളയിൽ പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച് മാസങ്ങൾക്കകം തന്നെ മറ്റൊരു ബെഞ്ച് ആ വിധിയെ അട്ടിമറിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് മാനുഷികമായ മുഖമുള്ള വൈകാരികതക്കപ്പുറം യുക്തിഭദ്രമായ ആലോചനയിൽ നിന്നുണ്ടായ വിധിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. പക്ഷെ ആ വിധിയും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിക്കുന്നതിൻ്റെ വലിയ ഭവിഷ്യത്തിനെ കുറിച്ചുള്ള ആലോചനകളില്ലാതെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഒരു സാമൂഹിക ദ്രോഹമായി പരിവർത്തിപ്പിക്കപ്പെടുന്ന തരത്തിൽ ആ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നിയമപരമായ വിലക്കുകളുണ്ട്. ഭരണഘടനാപരമായി പറയുകയാണെങ്കിൽ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പുവരുത്തുന്ന പ്രധാന മൗലികാവകാശങ്ങളിൽ ഒന്നായ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. എന്തൊക്കെ പറഞ്ഞാലും പടക്കം പൊട്ടിക്കുന്നതിൽ അമാനവികമായ പുതിയ കാലത്ത് പ്രത്യേകിച്ചും നമ്മളിങ്ങനെ ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടുവളപ്പിൽ നിന്നോ റോഡിൽ നിന്നോ പൊട്ടിക്കുന്നു. മറ്റുള്ള കുഞ്ഞുങ്ങളുണ്ടോ എന്നൊന്നും ആലോചിക്കുന്നില്ല, രോഗികളുണ്ടോ എന്നൊന്നും ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പടക്കം പൊട്ടിക്കുന്നത് പുതിയ കാലത്ത് എന്തായാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് തീർത്തും നമുക്ക് പറയാൻ പറ്റും എന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു.